ഹലോ ഫ്രണ്ട്സ്, സിസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആയുർവേദിക് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന പ്രശസ്ത ഹോളിസ്റ്റിക് ഹീലറായ മീനാപുരിയുടെ ഒരു ബുക്കുണ്ട്, ഹീലിംഗ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ്. നെഗറ്റീവ് ഫുഡ് ഹാബിറ്റ്സിനാൽ കഷ്ടപ്പെടുന്ന ഞാൻ ഒരു മാർഗദർശിയായിട്ടാണ് ഈ ബുക്കിനെ തിരഞ്ഞെടുത്തത്. ഒട്ടേറെ നല്ല ഇൻസൈറ്റ്സ് ആണ് ഈ ബുക്ക് എനിക്ക് നൽകിയത്. ഈ ചിന്തയെല്ലാം എത്രമാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ റിലേഷൻ വിത്ത് ഫുഡ് ചേഞ്ച് ചെയ്ത് ഒരു ഹെൽത്തി ജോയ്ഫുൾ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ബുക്കിലൂടെ ഞാൻ പഠിച്ചു. അതിനാദ്യം വേണ്ടത് നാം നമ്മുടെ ഫുഡ് ട്രിഗേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുകയും നമ്മുടെ തന്നെ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്യുകയും കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുകയുമാണ്. അതിനുള്ള ആദ്യ പടിയായി നമ്മുടെ റൂട്ട് കോസസ് ഓഫ് ഓവർ ഈറ്റിംഗ് എന്താണെന്ന് നാം കണ്ടുപിടിക്കണം. ഉദാഹരണമായി ഇമോഷണൽ ട്രിഗേഴ്സ്. നിങ്ങൾക്ക് ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ആണ് ഉള്ളതെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഫുഡ് ഡെപ്രിവേഷനെ കുറിച്ചുള്ള ഭയം നിങ്ങൾക്കുണ്ടോ? അത് ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇൻസെക്യൂരിറ്റിയിൽ നിന്നും ഉണ്ടായതാവാം. ഇത് പലപ്പോഴും ഓവർ ഈറ്റിങ്ങിനെ ഫ്യൂവൽ ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് പലർക്കും ഒരു ഇമോഷണൽ കംഫർട്ടാണ്. സ്ട്രെസ്സിൽ നിന്നും ലോൺലിനെസ്സിൽ നിന്നും ബോർഡത്തിൽ നിന്നൊക്കെ മറികടക്കാനുള്ള ഒരു മാർഗം. ഇപ്പറഞ്ഞ രണ്ടു കാര്യങ്ങളും ഞാനുമായി റിലേറ്റ് ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ഈറ്റിങ്ങിലൂടെ ഉണ്ടാവുന്ന ഗിൽറ്റും അത് പിന്നീട് ഇമോഷണൽ ഓവർ ഈറ്റിങ്ങിലേക്കും പിന്നീട് മോർ ഗിൽറ്റിലേക്കും ഇതൊരു സൈക്കിളായിട്ട് തുടർന്നു പോരുന്നു. ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നത് ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനുള്ള സൊല്യൂഷനായി ഞാൻ കാണുന്നത് അബണ്ടൻസ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുകയും നാം നമ്മോട് തന്നെ ക്ഷമിക്കുകയും ചെയ്യേണ്ടതുമാണ്. അഫർമേഷൻസ് ലൈക്ക് ഐ ഹാവ് ആക്സസ് ടു ന്യൂറിഷിംഗ് ഫുഡ്സ് ആൻഡ് ഐ ട്രസ്റ്റ് മൈസെൽഫ് ടു ഈറ്റ് വാട്ട് മൈ ബോഡി ട്രൂലി വാണ്ട്സ് തുടങ്ങിയവ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നാം നമ്മുടെ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്യണം. ഫുഡിനെ കുറിച്ചുള്ള ചിന്ത വരാതെ മറ്റ് ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ലൈക്ക് റീഡിംഗ്, ആർട്ട്, യോഗ, ഗാർഡനിങ് തുടങ്ങിയവ നമ്മൾ വളർത്തിയെടുക്കണം. ദെൻ കൾട്ടിവേറ്റ് മൈൻഡ്ഫുൾനെസ്. ഓരോ ഭക്ഷണവും കഴിക്കുന്നതിന് മുൻപ് നാം ഒന്ന് പോസ് ചെയ്ത് നമ്മോട് തന്നെ ചോദിക്കണം, ആം ഐ റിയലി ഹാംഗ്രി ഓർ ആം ഐ ഈറ്റിംഗ് ഫോർ കംഫർട്ട് എന്ന്. അതുപോലെ തന്നെ വൈൽ ഈറ്റിംഗ് ഫോക്കസ് ഓൺ ഫ്ലേവേഴ്സ്, ടെക്സ്ചേഴ്സ് ആൻഡ് സ്മെൽസ് ടു സ്ലോ ഡൗൺ ദ പ്രോസസ്. അടുത്ത സ്റ്റെപ്പായി നാം ഒരു ബാലൻസ്ഡ് റിലേഷൻ വിത്ത് ഫുഡാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എക്സ്ട്രീംസിനെ അവോയ്ഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഇൻ ഫുഡ് അവോയ്ഡ് ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതി തിരഞ്ഞെടുക്കുക. ബാലൻസ് ഈസ് ദ കീ. ദെൻ പ്രാക്ടീസ് ഇൻറ്റൻഷണൽ ഈറ്റിംഗ്. റെഗുലർ മീൽ ടൈം സെറ്റ് ചെയ്യുക, ലൈക്ക് 3 മെയിൻ മീൽസ് ആൻഡ് 1 to 2 സ്മോൾ സ്നാക്കിങ്സ്. Then plan your plate like half-part vegetables which are filling, fiber-rich and easily digestible. 1/4 proteins and 1/4 whole grains or starchy vegetables നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പായിട്ട് അഡ്രസ് ഓവർ ഈറ്റിംഗ് ആൻഡ് സ്നാക്കിംഗ് ഹാബിറ്റ്സ്. When the urge to snacking strikes, try drinking herbal teas or water. തേഴ്സ്റ്റ് പലപ്പോഴും ക്രേവിങ്സ് ആയിട്ട് മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാക്കിംഗ് ഫോർ 5 minutes ടു ഡിസ്ട്രാക്ട് അവർ ക്രേവിങ്സ് ആൻഡ് ഓൾസോ പ്രാക്ടീസ് ബ്രീത്തിങ് എക്സസൈസസ് ക്യാൻ ഹെൽപ്പ് ഇൻ കൺട്രോൾ അവർ ഓവർ ഈറ്റിംഗ് ഓർ സ്നാക്കിംഗ് ബിഹേവിയേഴ്സ്. ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സ്നാക്കിംഗ് ഫോളോ ചെയ്യണം, ലൈക്ക് സ്നാക്കിംഗ് നട്ട്സ്, റോസ്റ്റഡ് ചിക്ക് പീസ്, ഫ്രൂട്ട്സ്, സീഡ്സ് എക്സെട്ര. ദെൻ നമ്മൾ ഓവർ ഈറ്റിങ്ങിന് ഓൾട്ടർനേറ്റീവായി ജോയ്ഫുൾ പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യണം, ലൈക്ക് റീപ്ലേസിങ് ഈറ്റിംഗ് വിത്ത് ക്രിയേറ്റീവ് ഹോബീസ്, ജേർണലിംഗ്, മെഡിറ്റേഷൻ ഓർ ടോക്കിംഗ് ടു എ ലൗഡ് വൺസ് എക്സെട്ര. നാം സെൽഫ് ലവ് ബിൽഡ് ചെയ്യണം. വി മസ്റ്റ് അപ്രിഷിയേറ്റ് അവർ ബോഡി ഫോർ ഇറ്റ്സ് ഫങ്ഷൻസ് ദാൻ ഇറ്റ്സ് അപ്പിയറൻസ്. അഫർമേഷൻസ് ലൈക്ക് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബോഡി ആൻഡ് ഐ ട്രീറ്റ് ഇറ്റ് വിത്ത് കൈൻഡ്നെസ് തുടങ്ങിയ അഫർമേഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വീക്ക്ലി പ്രാക്ടീസസ് ലൈക്ക് മീൽ പ്ലാൻ ടു അവോയ്ഡ് ഇമ്പൾസ് ഈറ്റിംഗ് ആൻഡ്
ഡൂയിങ് എ ഡീറ്റോക്സ് ഡേ വൺസ് എ വീക്ക് വിത്ത് സൂപ്സ് ഓർ വെജിറ്റബിൾസ് നമുക്ക് ഫോളോ ചെയ്യാം. ഓൾസോ വി മസ്റ്റ് സെലിബ്രേറ്റ് അവർ സ്മോൾ വിൻസ് ഫോർ കൺട്രോളിങ് അവർ ക്രേവിങ്സ് ഓർ ഫോർ ഈറ്റിംഗ് മൈൻഡ്ഫുള്ളി. വി മസ്റ്റ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ എവറി മോർണിംഗ് ആൻഡ് ഓൾസോ ഡു റിഫ്ലക്ഷൻ ബിഫോർ ഗോയിങ് ടു ബെഡ്. അത്യാവശ്യമാണെങ്കിൽ ട്രസ്റ്റഡ് ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഓർ തെറാപ്പിസ്റ്റിൻ്റെയൊക്കെ സപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാം. ഡെയിലി മോട്ടിവേഷൻ ആയിട്ടുള്ള ചില അഫിർമേഷൻസ് ഞാനിനി പറയാം. ലൈക്ക് ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ചോയ്സസ്, ദെൻ ഐ ഈറ്റ് ടു nourish മൈ ബോഡി, നോട്ട് ടു numb മൈ ഇമോഷൻസ്, ഫുഡ് ഈസ് അബണ്ടൻറ്റ് ആൻഡ് ഐ ട്രസ്റ്റ് മൈസെൽഫ് ടു ഈറ്റ് ഹെൽത്തി. ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് എങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ് ഉണ്ടാക്കിയെടുക്കാം എന്ന ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ്. ഇത് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. പല സെറ്റ്ബാക്സും ഉണ്ടാവാം. ഇതിനായി ആദ്യം വേണ്ടത് ഒരു കമ്മിറ്റ്മെൻറ്റും പ്രോഗ്രസീവ് മെൻറ്റാലിറ്റിയുമാണ്, റാദർ ദാൻ പെർഫെക്ഷൻ. ഈ ചിന്തകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഫോളോ ചെയ്യാൻ ഞാനും ശ്രമിക്കും. ലെറ്റ് us each support each other in our journey. Thank you.